ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മിനിസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, നിലവിൽ നമ്മുടെ കേരള PSCയുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന മെയ് മാസം അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ പരീക്ഷയാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ 3 കാറ്റഗറി നമ്പറിൽ NCA വിജ്ഞാപനം 3 വിളിച്ചിരുന്നു. അപ്പോൾ ഈ വിജ്ഞാപനത്തിൽ ലഭിച്ചിരിക്കുന്ന അപേക്ഷകൾ എത്രയെന്നും അതുപോലെ തന്നെ നിലവിലെ ഒഴിവുകളും നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ യൂട്യൂബ് ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മിനിസ്റ്റേഴ്സ് അക്കാഡമി എന്ന എൻ്റെ ഏറ്റവും പുതിയ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക, എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായി ഷെയർ ചെയ്യുക. തുടങ്ങാം. നമുക്ക് ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് ആ നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ പോലുള്ള കാര്യങ്ങൾ കൃത്യമായി ഒന്ന് ചെക്ക് ചെയ്യാം. നോക്കിയേ, 3 കാറ്റഗറി നമ്പറിലായിരുന്നു നമ്മുടെ ഒരു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വിജ്ഞാപനം കേരള PSC പുറത്തുവിട്ടിരുന്നത്. നോക്കാം. ഒന്ന്, കാറ്റഗറി നമ്പർ 302/2024 ഒരു SCC കാറ്റഗറി, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി എന്ന കാറ്റഗറിയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അടുത്ത വിളിച്ചിരിക്കുന്നത് കാറ്റഗറി നമ്പർ 303/2024 ഷെഡ്യൂൾഡ് കാസ്റ്റുകാർക്ക് വേണ്ടി ഒരെണ്ണം വിളിച്ചിരുന്നു. അടുത്ത 304/2024 മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരു കാറ്റഗറി നമ്പറിൽ വിളിച്ചിരുന്നു അല്ലേ. ഇങ്ങനെ 3 കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് വേണ്ടി അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ വിജ്ഞാപനം ഈ കഴിഞ്ഞ ഡിസംബറിൽ വന്നിരുന്നു. വരുന്ന മെയ് മാസം പരീക്ഷയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്കുള്ള അപേക്ഷകൾ എത്ര പേർക്കാണ് കൺഫർമേഷൻ മെസ്സേജ് പോയിരുന്നതെന്നും അതുപോലെ തന്നെ നിലവിലെ കേരള PSCന്റെ വെബ്സൈറ്റ് പ്രകാരമുള്ള ഒഴിവുകളുടെ എണ്ണവും നമുക്കൊന്ന് നോക്കണം. നോക്കൂ, ആദ്യം പറയുന്നു കാറ്റഗറി നമ്പർ 302 ആണ്. നോക്ക്, കാറ്റഗറി നമ്പർ 302/2024 പ്രകാരം വിളിച്ചിരുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സെക്കൻഡ് NCA കാറ്റഗറിയ SCC കാറ്റഗറിയിലേക്കുള്ള അപേക്ഷകളുടെ എണ്ണം എന്ന് പറയുന്നത് 861 ആണ്. അതായത് 861 പേർക്കാണ് കേരള PSCന്റെ ഭാഗത്ത് നിന്ന് കൺഫർമേഷൻ മെസ്സേജ് പോയിരിക്കുന്നത്. കൺഫർമേഷന് സമയം കഴിഞ്ഞിരുന്നു. ഇക്കഴിഞ്ഞ 11/3 ഇക്കഴിഞ്ഞ മാർച്ച് 11-ാം തീയതി ആയിരുന്നു കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത്. 861 പേർക്കായിരുന്നു കൺഫർമേഷൻ മെസ്സേജുകൾ PSCയുടെ ഭാഗത്ത് നിന്ന് പോയിരുന്നത്. അതുപോലെ നിലവിലെ കേരള PSCന്റെ വെബ്സൈറ്റിലെ കണക്ക് പ്രകാരം ഒഴിവുകൾ 2 ഒഴിവുകളാണ് നിലവിലുള്ളത്. 2 NJD ഒഴിവുകൾ നിലവിലുണ്ട്. 23/6 വന്ന 2021 വന്നൊരു വേക്കൻസിയും 17/5/2024 രണ്ടാമത്തെ വേക്കൻസിയും. അങ്ങനെ 302/2024 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സെക്കൻഡ് NCA SCC കാറ്റഗറിക്ക് 861 അപേക്ഷകളും അത്രയും പേർക്ക് കൺഫർമേഷൻ മെസ്സേജ് പോയിട്ടുണ്ട്. വേക്കൻസി 2 ആണ്. ഓക്കെ അല്ലേ. ഇനി അപ്പം ഇതിൽ കൺഫർമേഷൻ പോയിരുന്നു. എത്ര പേർ ഇതിൽ കൺഫർമേഷൻ കൊടുത്തു എന്നുള്ള ഡേറ്റ PSC വൈകാതെ പുറത്തുവിടും. നിലവിൽ ഇത്രയും പേർക്കാണ് കൺഫർമേഷൻ മെസ്സേജുകൾ കേരള PSCയുടെ ഭാഗത്ത് നിന്ന് പോയിരിക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി രണ്ടാമത്തെ നമുക്ക് ഏതായിരുന്നു? അടുത്ത കാറ്റഗറി നമ്പർ നോക്കിയേ 303 ആണ്. അടുത്ത് നോക്കാം. കാറ്റഗറി നമ്പർ 303 ആണ്. നോക്കിയേ, കാറ്റഗറി നമ്പർ 303/2024 കാറ്റഗറി നമ്പർ 303/2024 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സെക്കൻഡ് NCA SC കാറ്റഗറിയ അപേക്ഷകളുടെ എണ്ണം കുറച്ചും കൂടെ കൂടുതലാണ്. 9443 അപേക്ഷകളാണ്. അപ്പോൾ 9443 മാർക്കാണ് 303/2024 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സെക്കൻഡ് NCA SC കാറ്റഗറിയിലേക്ക് കൺഫർമേഷൻ മെസ്സേജുകൾ PSC കൊടുത്തിരിക്കുന്നത്. നിലവിലെ ഒഴിവുകൾ 7 ആണ്. നോക്കൂ, 7/7/2021 റിപ്പോർട്ട് ചെയ്ത 2 വേക്കൻസിയും 17/5/2024 റിപ്പോർട്ട് ചെയ്ത 5 വേക്കൻസിയും. അങ്ങനെ ടോട്ടലി 7 വേക്കൻസിയും 2 ഫ്രഷും 5 NJD. അങ്ങനെ 7 വേക്കൻസിയാണ് നിലവിലുള്ളത്. മറക്കല്ലേ, 7 ഒഴിവുകൾക്കാണ് നിലവിൽ. അത്രയും ഒഴിവുകൾക്ക് വേണ്ടിയിട്ടാണ് 9443 പേർക്ക് കേരള PSCയുടെ ഭാഗത്ത് നിന്ന് അപേക്ഷകൾ പോയിരിക്കുന്നത്. ഇതിൽ എത്ര പേർ കൺഫർമേഷൻ കൊടുത്തു എന്നുള്ള മെസ്സേജ് വൈകാതെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് ഞാൻ യൂട്യൂബിൽ കൊണ്ടുവരാം. അപ്പോൾ നിലവിൽ ഇതാണ് അവസ്ഥ. കാറ്റഗറി നമ്പർ 303/2024 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സെക്കൻഡ് NCA SC കാറ്റഗറിയ മെയ് മാസമാണ് പരീക്ഷകൾ തീരുമാനിച്ചിരിക്കുന്നത്. ക്ലിയർ ആണ്. ഇനി വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് അടുത്ത് നോക്കാം. കാറ്റഗറി നമ്പർ 304 ആണ്. നോക്കിയേ, കാറ്റഗറി നമ്പർ 304/2024 അടിസ്ഥാനമാക്കി നമുക്കൊരു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സെക്കൻഡ് NCA കാറ്റഗറിയ മുസ്ലിംസ് ഉണ്ടായിരുന്നു. നമ്പർ ഓഫ് അപേക്ഷകൾ എന്ന് പറയുന്നത് 10,738 പേർക്ക്. അപ്പോൾ 10,738 പേർക്കായിരുന്നു കൺഫർമേഷൻ മെസ്സേജുകൾ പോയിരുന്നത്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സെക്കൻഡ് NCA മുസ്ലിം കാറ്റഗറിയാണ്. 304/2024 ആയിരുന്നു കാറ്റഗറി നമ്പർ. ഒഴിവുകൾ എന്ന് പറയുന്നത് 8 ആണ്. 8 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ കേരള PSCന്റെ ഒഫീഷ്യൽ കണക്ക് പ്രകാരം 2021 6 വേക്കൻസി, ഇവിടെ 1, ഇവിടെ 5. പിന്നെ 24 17-ാം തീയതി, അതായത് മെയ് 17 2 വേക്കൻസി. അങ്ങനെ ടോട്ടലി പറഞ്ഞാൽ 8 ഒഴിവുകളാണ് കേട്ടോ. 8 ഒഴിവുകൾ.
അപ്പം നിലവിൽ 304/2024 അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ സെക്കൻഡ് NC മുസ്ലിം കാറ്റഗറിയിലേക്ക് 8 ഒഴിവുകളിലേക്ക് വേണ്ടി 17,738 അപേക്ഷകൾക്ക് PSC കൺഫർമേഷൻ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മൾ കഴിഞ്ഞ ഒരു വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു ഡൗട്ട് വന്നിരുന്നു. അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിൻ്റെ അപേക്ഷകളുടെ എണ്ണം എത്ര എന്നുള്ളതും അതുപോലെ അതിൻ്റെ നിലവിലെ വേക്കൻസി എത്ര ഒരു ഡൗട്ട് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിപ്ലൈ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിലവിൽ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമി എന്ന ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷകളുടെയും കേരളത്തിലെ കംപ്ലീറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ കേരള PSC ഉണ്ട്, ദേവസ്വം ബോർഡുണ്ട്, SSC, ഹൈക്കോർട്ട്, RRB, റെയിൽവേ, ഇങ്ങനെയുള്ള എല്ലാ പരീക്ഷകളിലെയും കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ, അതുപോലെ സാലറി സ്കെയില്, വേക്കൻസി, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഇക്വലന്റ് കണ്ടീഷൻ, ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ, മെഡിക്കൽ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ലാസ്റ്റ് ഡേറ്റ് പോലുള്ള കാര്യങ്ങൾ, പ്രീവിയസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ, ഒഫീഷ്യൽ സിലബസ്, ഫ്രീ ക്ലാസ്, കൺഫർമേഷന്, നമ്പർ ഓഫ് ആപ്ലിക്കൻസ് പോലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിവേഗത്തിൽ കൊണ്ടുവരാം. ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാൻ, തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൊടുത്തേക്കുക. എല്ലാ കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. പരമാവധി ഗ്രൂപ്പുകളിലേക്ക് വീഡിയോ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക. ഡൗട്ടുകൾക്ക് വേണ്ടി ഡൗട്ടുകൾ ഒന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താം, അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് നമ്പർ അവൈലബിൾ ആണ്. 8281008055 എന്നൊരു വാട്സാപ്പ് നമ്പറുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങളുടെ ഡൗട്ട് ആൻഡ് കൺസേൺസുകൾ കൃത്യമായി മെസ്സേജ് ആക്കി ഇട്ടാൽ മതി. ഏതെങ്കിലും ഒരു എക്സാമിൻ്റെ സിലബസോ, നമ്പർ ഓഫ് ആപ്ലിക്കൻസോ, അപേക്ഷകരുടെ എണ്ണമോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കൃത്യമായിട്ട് അതൊന്ന് മെസ്സേജ് ആയിട്ട് ഇടുക. വാട്സാപ്പ് നമ്പറാണ്. കൃത്യമായിട്ട് അതിലേക്ക് മെസ്സേജ് ആയിട്ട് വോയിസ് ആയിട്ട് ഡൗട്ടുകൾ ഇടാം. അതൊരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ കൃത്യമായി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഈ ഒരു വാട്സാപ്പ് നമ്പരും ഈ ഒരു ലിങ്ക് കൂടെ കൊടുത്തേക്കാം. ഈ ലിങ്കിലേക്ക് ഞാൻ ഈ യൂട്യൂബിൽ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും കൃത്യമായിട്ടുള്ള ഒരു ലിങ്ക് വരുന്നതായിരിക്കും ഈ ഗ്രൂപ്പിലേക്ക്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒഫീഷ്യൽ PDF ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാം. ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.